വിട്ടുള്ള കേസ്. അത് സംഭവം ഇടപെടുന്നേ ആണുങ്ങൾ സംസാരിക്കുമ്പോ ഒരു തെക്കുന്നൊരു തേരോട്ടം അത് പറഞ്ഞോ. ഇനി തല്ലുകൊള്ളാൻ തണ്ടല്ലോ സ്ഥലമില്ല. എല്ലാവരും പാട്ട് പാടി എനിക്കൊരു പാട്ട് പാടും, ഞാനൊരു പാട്ട് പാടും. എനിക്ക് SMS ഒന്നും വേണ്ട, കയ്യടി മാത്രം മതി. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കിനകത്തൊരു വിഷമം, ആ വിഷമം ഞാനൊരു പാട്ടായിട്ട് പാടും. 1-ാം തീയതി കേരളത്തിൽ മദ്യം കിട്ടൂല, പാല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പത്രം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മദ്യം കിട്ടിയില്ലെങ്കിൽ സഹിക്കാൻ പറ്റും. അപ്പൊ അതൊരു വിഷമമായിട്ട് ഞാൻ പാടും, നമ്മളെല്ലാവരും ഏറ്റുപാടും. ഓക്കെ. 1-ാം തീയതി ആയാല് കൈവരക്കണമ്മ, ബാറ് തുറക്കാന ഭ്രാന്തെടുക്കണമ്മ. 1-ാം തീയതി ആയാല് കൈവരക്കണമ്മ, ബാറ് തുറക്കാന ഭ്രാന്തെടുക്കണമ്മ. ബക്കാടി വേണോടാ നിനക്ക് ഹെന്നസി വേണോടാ, രണ്ടും വേണ്ടെനിക്ക് അപ്പ, തക്കീല മാത്രം മതി. തക്കീല പറഞ്ഞാൽ കൊട്ടോടിക്ക് തലക്കേട്ടിട്ട് വരിക, വേറെ നോക്കാനൊക്കെ. ചേച്ചിയെ ചേട്ടനുണ്ടവിടെ? ഇല്ലടാ പോര്, ഞാനില്ലാന്നും കരുതി എന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പൊ ചമ്മിപ്പോവും, ആരും മിണ്ടരുത്. സംഭവം ചമ്മിപ്പോയി. പോരെ മോനെ, വന്ന കാര്യം നടത്തിയിട്ട് നോക്കോ. നോക്കോ സത്യത്തിൽ നീ എന്നോടല്ല സോറി പറയണ്ട, ഞാൻ നിന്നോടാണ് സോറി പറയുന്നത്. അതെന്താണ്? എടാ സാധാരണ നീ ഈ നേരത്ത് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല, പക്ഷെ ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെ ആയിപ്പോയി. ഐ ആം റിയലി സോറി. ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. എന്റെ പൊന്നു മോനെ, അങ്ങനെ പറയുന്നവരെ എനിക്ക് ഭയങ്കര പേടിയാ. എടാ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള വീട്ടിൽ സഹോദരന്മാരെ പോലെ എന്ന് പറഞ്ഞു വന്നവരെ കുടുംബത്തിലേക്കാൻ കൊള്ളില്ല. അതെന്റെ ജീവിതാനുഭവം ഞാൻ പറഞ്ഞ. കാരണം ഞാൻ 14 വർഷം മുമ്പ് ഞാനൊരു സഹോദരൻ, എന്റെ ഭാര്യ ഒരു സഹോദരി. പാറമടയിൽ ജോലി ചെയ്യാൻ പോയി ഞാൻ വെള്ളം കുടിക്കാനെന്ന് വ്യാജാന സഹോദരൻ സഹോദരിയുടെ വീട്ടിൽ ചെന്നതാണ്. ഇപ്പൊ ഈ സഹോദരനും സഹോദരിക്കും 4 മക്കളുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് പറഞ്ഞാൽ നല്ല പെൺകിടാങ്ങളുള്ള വീട്ടിൽ സഹോദരന്മാരെന്നും പറഞ്ഞു കുടുംബത്തിലിരുത്തരുത്. അതേന്ന് കേബിളിന്റെ കാശ് മേടിക്കാൻ, പത്രത്തിന്റെ, അങ്ങനെ പലരും പല പേരും പറഞ്ഞല്ലേ വന്നത്. കാര്യം ഞങ്ങളുടെ ചാനലിൽ പുതിയൊരു റിയാലിറ്റി ഷോ നടത്തുന്നുണ്ട്. പാട്ടുകാരെ വെച്ചല്ല, പിന്നെ കുടിയന്മാരെ വെച്ച്. അത് സൂപ്പറായിരിക്കും. പാട്ടുകാരെ വെച്ചാവും ഐഡിയ സ്റ്റാർ സിംഗർ, കുടിയന്മാരെ വെച്ചാവും ഐഡിയ ബാർ സിംഗർ. 1-ാം സമ്മാനം ഞാൻ കൊണ്ടുപോകും. 1-ാം സമ്മാനം ഫ്ലാറ്റാണ്. ഫുൾ ടൈം ഫ്ലാറ്റ് ആയിട്ടൊക്കെ എനിക്ക് നിന്റെ ഫ്ലാറ്റ് ഇട്ടിട്ടുള്ളൂ. അല്ല ചേട്ടാ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നീ ചോദ്യം ചോദിക്കുന്നത് കൊള്ളാം, പക്ഷെ ഉത്തരം പറയാനുള്ള അവസരം എനിക്കുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ഞാൻ ചേട്ടനല്ലേ ഉത്തരം പറയേണ്ടത്. ചോദ്യം ഉത്തരം പറയാൻ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആരാണ്? നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിലെ പുള്ളി ചോദ്യം പറയും ഉത്തരം പറയാൻ അവസരം പറയും. എന്ത് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ തമ്മിൽ പരിപാടിയല്ലേ? എനിക്ക് അതിന്റെ തമ്മിൽ എന്നുള്ള പേര് തമ്മിൽ തല്ലുന്നു. ചേട്ടാ, ഇപ്പൊ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കാണല്ലോ. അതെ. ഇന്ത്യ എന്താണ് വേൾഡ് കപ്പ് കളിക്കാം? എന്റെ പൊന്നു മോനെ, അതിലും ഭേദം കോഴിക്ക് എന്നുള്ള മുല വന്നെന്ന് ചോദിച്ചാൽ പോലെ. ഇതൊക്കെ കൈക്കും കാലത്ത് ആരോഗ്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലാണ്ട് കുട്ടിയും കൊടുക്കില്ല എന്നത്. അല്ല, നമ്മുടെ 2020 നടന്നപ്പോ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ധോണി ജയിച്ചു ഇങ്ങനെ വീശിയില്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞപ്പോ. ഇന്ത്യക്ക് എന്ത് കപ്പ് കിട്ടിയാലും ഇന്ത്യ ജയിച്ചു ഒരു വീശനോ, അതിനകത്ത് അത് അഭിമാനമല്ലേ നമ്മുടെ. ഇനി ഇന്ത്യക്ക് ഏത് ഇനത്തിൽ കപ്പ് കിട്ടാണ് ചേട്ടാ? അഹങ്കാരം ഒന്നും വിചാരിക്കരുത്. സാനിയ മിർസ ഒന്നും വേൾഡ് കപ്പ് നേടി കാണണമെന്ന് ആഗ്രഹമില്ല. കപ്പ് നേടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ഒരു വീശിയാലും മതി. നടക്കണമെന്നല്ല പ്രാർത്ഥിക്കാൻ പറ്റൂ, ദൈവത്തിന് നിനക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ല ചേട്ടാ, ഈ ടെന്നീസ് താരം സാനിയ മിർസയും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കും തമ്മിൽ വിവാഹം ചെയ്തത്, ഇവർക്കുണ്ടായ കുട്ടിയെ ഇന്ത്യയിൽ വളർത്തോ പാകിസ്ഥാനിൽ വളർത്തോ? ഇന്ത്യയിലും വളർത്തില്ല, പാകിസ്ഥാനിലും വളർത്തില്ല. എന്താ? അമേരിക്കയിൽ വളർത്തും. എന്താ? ഇന്ത്യക്കും പാകിസ്ഥാനിടെ കിടന്ന് കളിക്കുന്നതാരാ? അമേരിക്ക. അതന്നെ പറഞ്ഞ അവർക്കിടെ കിടന്ന് കളിക്കുന്നവരാണ്. അതൊക്കെ പച്ച മലയാളത്തിൽ കിടന്ന കാര്യത്തൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവരുടെ കല്യാണം നടക്കണേ മുമ്പ് പത്രക്കാർ പറഞ്ഞ് ഇവര് തമ്മിൽ മുൻകാല പ്രണയമായിരുന്നൊക്കെ പറഞ്ഞ് കൊട്ടിക്കൊടിച്ചല്ലേ. പത്രക്കാരല്ലേ തീരുമാനിക്കണം, നമ്മൾ ജീവിച്ചോ പോലെ പത്രക്കാർ എഴുതിക്കൊണ്ടാ കുഴപ്പം. ശരിക്കും പറഞ്ഞ ഷുഹൈബ് മാലിക് പറയണത് ഈ സാനിയ മിർസയുടെ മുഖം കല്യാണത്തിന്റെ അന്നാണ് ആദ്യമായിട്ട് കണ്ടെന്നാണ്. അല്ല, അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ സാനിയ മിർസയുടെ ടെന്നീസ് കളി കണ്ടിട്ടുള്ളതിൽ ആരാ അവരുടെ മുഖം കണ്ടിട്ടുള്ളത്? നീ കണ്ട? നിന്റെ മുഖം കണ്ടറിയ ഒരു പെണ്ണിന്റെ മുഖം കാണൂലെന്നുള്ള
നെഞ്ചത്ത് എഴുതി വെച്ചേക്കാല്ലേ? ചേട്ടാ ഞാൻ ഈ പരിപാടിക്ക് നിർത്തിയിട്ടേ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോയി. എന്റെ അമ്മ നീയാ? എന്താ നിന്റെ പേര്? എന്റെ പേര് സുന്ദരൻ. ലാൽ ജോസ്, ഷാജി കൈലാസ്, സിബി മലയിൽ അങ്ങനെ കിടിലം പേരുകളിട്ട് സിനിമ സംവിധാനം ചെയ്തിട്ട് ഒരു പട്ടിച്ചാത്തിനും ഇപ്പൊ സിനിമ തിയേറ്ററിലില്ല. അപ്പൊ അയ്യോ അതൊരു മലയാള സിനിമയല്ല, ഹിന്ദി സിനിമയാണ് എന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്റെ സുന്ദരൻ എന്നുള്ള പേര് തന്നെ മാറ്റി. സുന്ദർലാൽ ഷെട്ടി, സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ കട്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് അറിയാം നിനക്ക്? പേരിലേക്ക് എന്താ അർത്ഥമായിരിക്കും? പേരിൽ അർത്ഥമുണ്ട്. എന്ത്? സുന്ദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുന്ദരം എന്ന് പറഞ്ഞാൽ സുന്ദരമായത്. ലാൽ എന്ന് പറഞ്ഞാലോ? ലാൽ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ. അത് മലയാളത്തിൽ. ഹിന്ദിയിൽ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. അപ്പൊ സുന്ദരമായ ചുവന്ന ഷട്ടി. അതാണ് ഇത് വെച്ച് സിനിമ സംവിധാനം ചെയ്യാൻ പോയ ഭയങ്കര വിജയം. ചേച്ചിക്ക് സർക്കാർ ജോലിയൊക്കെ ഉള്ളതല്ല. അതെ. പക്ഷെ ട്രഷറിയിൽ ശമ്പളം അങ്ങനെ കണ്ടില്ല. ഈ മാസത്തെ സർക്കാർ ശമ്പളം മേടിക്കാനായിട്ട് പെണ്ണുങ്ങളെ തറവാട്ടിൽ പറഞ്ഞവരാരും വിടില്ല. അതെന്ത് പറഞ്ഞു? എന്റെ പെണ്ണുങ്ങൾ പോയി മേടിച്ചല്ല. എനിക്ക് നാണോമാനമില്ലാതെ അന്തസ്സഭിമാനമുള്ളവരാരും ഈ മാസത്തെ സർക്കാർ ശമ്പളം മേടിക്കാൻ ട്രഷറിക്ക് വിടില്ലെന്നേ. അതെന്താ പ്രശ്നം? എടാ നീ പേപ്പർ വായിച്ചില്ലേ? ഞാൻ പേപ്പർ വായിക്കുന്നതല്ല. ഈ മാസത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തോടൊപ്പം പിടുത്തുണ്ടെന്നു നമ്മൾ വിടുവോ? അന്തസ്സഭിമാനമുള്ള ആൾക്കാരല്ലോ ഇതൊക്കെ. അതൊക്കെ നാണന്മാരില്ലാത്തൊരു പേടി. എനിക്ക് കാശം വേണ്ട. ചേട്ടാ വീട്ടിലെ ചേട്ടൻ അമ്മയായിട്ട് ഭയങ്കര വഴക്ക്. നിങ്ങൾ ഭയങ്കര തറവാട്ടുകാരെന്ന് പറഞ്ഞിട്ട് നിന്റെ ചേട്ടൻ ഇവിടെ നാട്ടിൽ മുഴുവൻ വാടക വീടൊക്കെ അമ്മയും ചേട്ടന് കണ്ടടക്കല്ലേ? ഭയങ്കര വഴക്കല്ലേ? നിന്റെ അമ്മയും ചേട്ടനായിട്ട് കണ്ട അപ്പൊ ഉടക്കണം. ഭയങ്കര വഴക്ക്. നിന്റെ ചേട്ടന്റെ പേര് തിലകൻ എന്നാണോ? അതെ. ഇതെങ്ങനെ മനസ്സിലായി? ഈ അമ്മയായിട്ട് ഉടക്കണമെങ്കിൽ തിലകൻ എന്നായിരിക്കും പേര്. അല്ലാണ്ട് പേരില്ല. കാരണം ഇന്നിപ്പോ സാഹചര്യത്തിൽ അമ്മയായിട്ട് ഉടക്കുന്നത് തിലകൻ മാത്രം. വീട്ടിൽ പോയ സ്ഥിതിക്ക് ഞാനൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. കാശ് കൊടുത്ത് പുസ്തകം മേടിച്ചിട്ട് കരക്കാർക്ക് വായിക്കാനാണ്. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? എന്റെ ജീവിതാനുഭവം. അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് കണ്ട കാര്യമുണ്ടോ? എത്ര ആൾക്കാരാണെന്നറിയാമോ രാത്രി നമ്മുടെ പുറത്ത് ചവിട്ടിട്ട് പോകുന്നത്? അല്ല ചേട്ടാ ഈ കല്യാണത്തിന്റെ പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന്റെ ചെക്കന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതെന്താ? അതിന് പ്രത്യേകിച്ച് അതൊന്നുമില്ല. നീ ESPN കാണാറുണ്ടോ? ഉവ്വ. 10 സ്പോർട്സ് കാണാറുണ്ടോ? ഉവ്വ. അതിനകത്തൊക്കെ വലിയ റസലിംഗും ഗുസ്തിയും നടക്കണേ കൊണ്ട് ശത്രുക്കളെ ഇങ്ങനെ പിടിപ്പിച്ചു വിടും. അത് കഴിഞ്ഞ് പൊരിഞ്ഞ് യുദ്ധം. ഞാൻ നോക്കിയിട്ട് വേറെ രാജാവ് അതിനകത്ത് കാണാനില്ല. ചേച്ചിയെ കണ്ടില്ലല്ല. ചേച്ചി ബ്യൂട്ടി പാർലറിൽ പോയേക്കല്ലേ? എന്തിന്? മുടി നേരെയാക്കാൻ. അപ്പൊ ചേട്ടൻ വിചാരിച്ചാൻ പറ്റില്ലേ? അവളെ നേരെയാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവളുടെ മുടി നേരെയാക്കാൻ സാധനം പറ്റിട്ടാണത്.